ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലെ 70 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾക്ക് വർഷം തോറും നൽകി വരുന്ന പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം യുവജന കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് നിർവഹിച്ചു. 70 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട ആളുകൾക്ക് നൽകുന്നത് ഏതാണ്ട് 500-ൽ പരം ആളുകളാണ് ഇന്ന് ആ പെൻഷൻ ഏറ്റുവാങ്ങുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മളുടെ കൂടി സഹകാരികളായിട്ടുള്ള ഈ സംഘത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വർഷത്തിലൊരിക്കലാണെങ്കിൽ കൂടി ഓണസമയത്ത് ഓണം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്ത് കയ്യിലേക്ക് ഒരു 1000 രൂപ പെൻഷനായി സംഘം സ്വന്തം നിലയ്ക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. അത്തരത്തിലൊരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘത്തിന്, ബാങ്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും ഒത്തുചേർന്ന ഒരു ഓണസദ്യ കൂടി ഇവിടെയുണ്ട്. എനിക്ക് സദ്യയുടെ കൂടി ഭാഗമാകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സദ്യക്കുണ്ടെന്ന് പറഞ്ഞത്. പ്രസിഡന്റും പറഞ്ഞു കഴിച്ചിട്ട് പോയാൽ പോരെയെന്ന് ചോദിച്ചു. പക്ഷെ കഴിച്ചിട്ട് പോരാൻ നിന്നാൽ അവിടെ പുല്ലൂറ്റ് ബാങ്കിന്റെ പരിപാടി വന്നു നിൽക്കുന്ന ആളുകൾക്ക് മുഷിച്ചിലാവും. അത് കഴിയുമ്പോൾ ആളൂർ ടൗൺ ബാങ്കിന്റെ പരിപാടി മാളയിൽ അത് വേറെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് സഹകരണ ജീവനക്കാരുടെ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ വേറെ പരിപാടി നടക്കുകയാണ്. പിന്നെയും ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇന്ന് ഉച്ചവരെയുള്ള പരിപാടികൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറച്ചധികം പരിപാടികളുള്ളതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതി കൂടിയുണ്ട്. എന്നിരുന്നാൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഭാഗമായി ബാങ്ക് പ്രസിഡന്റ് I.K. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുജിത് O.S., സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ അമ്പിളി എന്നിവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B.M. മൊഹീദ്ദീൻ, ഭരണസമിതി അംഗങ്ങളായ ലവൻ, കെ ദിൽഷൻ, ലെനീഷ് NC, സതി പ്രതാപൻ, സോണി, KR മിനി, സഹദേവൻ, ഫൗസിയ, അനീസ് എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ PP സ്റ്റാൻലി സ്വാഗതവും മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു. 500-ൽ പരം അംഗങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്തു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു.